കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച അന്തിമഘട്ടത്തിലേക്ക് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രി ചേർന്ന അടിയന്തര യോഗത്തിൽ വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിൽ നിലനിന്നിരുന്ന ആശയക്കുഴപ്പം ഏറെക്കുറെ പരിഹരിച്ചു എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകൂലുവും കേരളത്തിലെത്തി നേതാക്കളെ കണ്ടു. സമരാഗ്നി സമാപനത്തിന് ശേഷമായിരുന്നു ഇന്നലെ രാത്രി അപ്രതീക്ഷിത കോൺഗ്രസ് യോഗം. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം കെ.സി. വേണുഗോപാൽ ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി. യോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് ഒരു ധാരണയായി കഴിഞ്ഞു. ഇതിനിടെയാണ് സുനിൽ കനുകൂലുവും ഇന്നലെ കേരളത്തിലെത്തിയത്. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പിന്നാലെ എത്തിയ അദ്ദേഹം കെ.പി.സി.സി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ നിർദ്ദേശം നൽകിയ കനുകൂലു സർവേ റിപ്പോർട്ട് പ്രതികൂലമായ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിർദ്ദേശവും നൽകി. 20 സീറ്റിലും ജയിക്കാനുള്ള പ്രവർത്തനമാണ് തങ്ങൾ നടത്തുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ നല്ല മത്സരം ഉണ്ടാവും, ഞങ്ങൾ മത്സരമില്ല, വോക്ക് ഓവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 സീറ്റിലും ജയിക്കാനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 പാർലമെന്റിൽ കിട്ടിയതാണ്. അത് മാറേണ്ട യാതൊരു സാഹചര്യവും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലില്ല. രാഹുൽ ഗാന്ധിയുടെ വരവിൽ തുടരുന്ന അനിശ്ചിതത്വം നീക്കി സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തി പ്രശ്നമുള്ള 3 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായാൽ കോൺഗ്രസിന് കളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കും. തിരുവനന്തപുരത്ത് നടന്ന രാത്രി യോഗത്തിൽ ഉരുത്തിരിഞ്ഞുവന്ന ധാരണ കെ.സി. വേണുഗോപാൽ ഡൽഹിയിലെത്തി എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരെ ധരിപ്പിക്കും. തുടർന്ന് കെ.പി.സി.സി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം.